അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 4-ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമത്ത് ജവീദിൻ വർക്ക് ബുക്കിന്റെയും 12ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ മദ്ദുൽ ആരിൽ, മദ് ഫറയിലെ 4ാമത്തെ ഇനമായി മദ് ആരിൽ. എന്താണ് മദ് ആരിൽ? മദ് ആരിൽ എത്ര വരെ നീട്ടാം എന്തൊക്കെയാണ് ഉദാഹരണ സഹിതം വിശദമായി പറയുന്നത്. വലിയ ആളുകൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. എന്താണ് മദ് ആരിൽ? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. അഥവാ വഖഫ് ചെയ്യുകയാണെങ്കിൽ ആണ് ആരിൽ ഉണ്ടാവുക. ചേർത്തി ഓതുമ്പോൾ മദ് ആരിൽ അവിടെ ഉണ്ടാകുന്നതല്ല. അല്ലമൽ ഖുർആൻ, ഇവിടെ അല്ലമൽ ഖുർആന എന്നതിനെ വഖഫ് ചെയ്യുമ്പോൾ ഖുർആൻ എന്ന് നൂന സുക്കൂന് വരികയാണ്. ഈ അല്ലമൽ ഖുർആനിനെ അടുത്ത ആയത്തുമായി ചേർത്തി ഓതുമ്പോൾ അവിടെ ഫത്തഹായിട്ടുമാണ് ഓതുക. ഇങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ മാത്രം വരുന്ന മദ്ദാണ് മദ് ആരിൽ. ഇവിടെ മദ്ദക്ഷരമാണ് ഖുർആൻ എന്നതിൽ അലിഫ്. ആ അലിഫിന് ശേഷമുള്ള നൂന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനായിട്ട് വരുന്നത് കൊണ്ട് മദ് ആരിൽ ഉണ്ടാകുന്നു. 3 അലിഫ് അഥവാ 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. ഉദാഹരണങ്ങൾ: അല്ലമൽ ഖുർആൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ അർറഹ്മാനിർ റഹീം ഇന്നഹു ലഖുർആനുൻ കരീം ഇല്ലൽ മുതഹ്ഹറൂൻ ലഅല്ലഹും യതഫക്കറൂൻ. ഈ പറയപ്പെട്ട ആയത്തുകളിലൊക്കെ വഖഫ് ചെയ്യുമ്പോഴാണ് മദ് ആരിൽ ഉണ്ടാകുന്നത്. ഇനി നോക്കൂ, മുകളിലെ ആയത്തുകളുടെ അവസാനം നാം നീട്ടിയാണ് വഖഫ് ചെയ്തത്. വഖഫ് ചെയ്യുമ്പോൾ മദ്ദക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിന് നാം സുക്കൂൻ നൽകി എന്നതാണ് ഇതിന് കാരണം. വഖഫ് ചെയ്യാതെ ചേർത്തി ഓതിയിരുന്നെങ്കിൽ സുക്കൂൻ ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇതിന് മദ്ദുൽ ആരിൽ എന്നാണ് പേര്. ഇത്തരം സുക്കൂനുകൾക്ക് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നു. അൽ മദ്ദുൽ ആരിലിനെ 3 അലിഫിന്റെ ഖദർ വരെ നീട്ടലാണ് നല്ലത്. ദഫ്തർ താലിബ് നോക്കി തിരിബാത്തുകൾ ചെയ്യുക. തഖ്സീസ് 1. നഖർ സൂറത്ത് ഫുസ്സിലത്ത് 30 മുതൽ 54 വരെയുള്ള ആയത്തുകൾ. വശൂറ സൂറത്തിലെ 1 മുതൽ 44 വരെയുള്ള ആയത്തുകൾ മദ് ആരിൽ മദ്ദുകൾ സൂക്ഷിച്ച് പാരായണം ചെയ്യാം. നഹ്ഫൽ സൂറത്തുൽ ആല വൽ അദ്കാർ. രണ്ടാമതായി ആല സൂറത്തും ദിക്റുകളും മനഃപ്പാഠമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് വർക്ക് വായിക്കാം. 1 നുൻഷിദു. മദ് ആരിലിനെ കുറിച്ച് ബൈത്താണ് കൊടുത്തിട്ടുള്ളത്. ആരിൽ മദ്ദിന് അറിയില്ലേ, 3 അലിഫോളം നീളില്ലേ, മദ്ദിൻ ഹർഫിൻ പിറക സുക്കൂൻ, പുതുതായാൽ ആരിൽ മദ്ദല്ലേ. രണ്ടാമത്തത് നോക്കൂ, താഴെ കൊടുത്ത ആയത്തുകൾ പാരായണം ചെയ്ത് മദ് ആരിൽ കണ്ടെത്താം. താഴെ പറയുന്ന ആയത്തുകൾ വഖഫ് ചെയ്യുമ്പോൾ ആ വഖഫിന്റെ ചിഹ്നമുള്ളിടത്തൊക്കെ നിർത്തുകയാണെങ്കിൽ അവിടെയൊക്കെ മദ് ആരിൽ ഉണ്ടാവും. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇവിടെ വഖഫിന്റെ ചിഹ്നമുണ്ട്, വഖഫിന്റെ സിമ്പൽ ഉണ്ട്. ഇവിടെ ഓരോ ആയത്തിന്റെ അവസാനം വഖഫ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ മദ് ആരിൽ ഉണ്ടാവും. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം ഫസതുബ്സിർ വയുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ ഫലാ തുതിഇൽ മുകദ്ദിബീൻ വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വലാ തുതിഇ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മസ്സാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ
إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليسرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تسبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون കലമ സൂറത്തിലെ ആയത്തുകളാണ്. ഈ ആയത്തുകളൊക്കെ അവസാനം അഥവാ വഖഫിൻ്റെ സിമ്പലിലൊടുത്തൊക്കെ നിർത്തുകയാണെങ്കിലാണ് മദ്ദ് ഉണ്ടാകുന്നത്. അഥവാ ചേർത്തി ഓതുമ്പോൾ മദ്ദ് ഉണ്ടാകുന്നതല്ല. അതത് മദ്ദുൽ ആരിളിൻ്റെ എണ്ണം 30 എണ്ണം ഉണ്ട്. 30. തേർഡ് ആക്ടിവിറ്റി ഉജീബുത്ര ചെയ്ത ചോദ്യം 1. മദ്ദ് ആരിൽ എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇതിന് മദ്ദുൽ ആരിൽ എന്നാണ് പേര്. രണ്ടാമത്തെ ചോദ്യം, മദ്ദ് ആരിൽ എത്ര അലിഫ് നീട്ടാം? 3 അലിഫ്. മൂന്നാമത്തെ ചോദ്യം, സൂറത്തുൻ നാസിൽ എത്ര മദ്ദ് ആരിലുണ്ട്? 6 എണ്ണം. നാലാമത്തെ ചോദ്യം, സൂറത്തുൽ ഫാത്തിഹയിൽ മദ്ദുൽ ആരിൽ എന്ന കലിമത്തുകൾ ഏതെല്ലാം? അൽ ആലമീൻ, അർ റഹീം, അദ്ദീൻ, നസ്തഈൻ, മുസ്തഖീം, ളാല്ലീൻ. നാലാമത്തെ വർക്ക് നഖർ സൂറത്ത് അശ്ശൂറ 45 മുതൽ 53 വരെയുള്ള ആയത്തുകൾ. വസ്സുഖ്റുഫ്, അതുപോലെ സുഖ്റുഫ് സൂറത്തുകൾ. വനക്തശു മിൻഹൽ മദ്ദൽ ആരിള വനുഖസ്സിമുഹു ഇലാ സലാസ അൻവാ. അതിലെ മദ്ദ് ആരിൽ കണ്ടെത്തിയിട്ട് 3 ഇനമായിട്ട് വീതിക്കാം. അലിഫുള്ള മദ്ദക്ഷരം അലിഫുള്ളത്, വാവുള്ളത്, യാ ഉള്ളത്. അതിൽ നിന്ന് കണ്ടെത്തിയ ഉദാഹരണങ്ങൾ ഇതാ. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് മദ്ദ് ആരിൽ നിന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. രണ്ടാമത്തെ കോളത്ത് അലിഫ്, മദ്ദക്ഷരം അലിഫായി വന്ന മദ്ദ് ആരിലാണ്. അത് സൂറത്തിലൊന്നും കാണുന്നില്ല. രണ്ടാമത് വാവ് വന്ന മദ്ദക്ഷരം വാവ് വന്നതിന് ഉദാഹരണം കഫൂർ, അദ്ദകൂർ, അൽ ഉമൂർ, തഹ്തദൂൻ. അടുത്ത കോളത്തിൽ യാ, മദ്ദക്ഷരം യാ വന്ന ഉദാഹരണം മുഖീം, സബീൽ, നകീർ, ഖദീർ. അല്ലാഹു തആല നിയമങ്ങളൊക്കെ പാലിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.